തൃശ്ശൂരിലെ മാളയിൽ കരാട്ടെ പരിശീലകയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്നമനട ഇടയാറ്റൂർ സ്വദേശിയായ ആയിഷയാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ജൂലൈ 13-നായിരുന്നു ആയിഷയും ചേലക്കര സ്വദേശിയുമായുള്ള വിവാഹം. പക്ഷേ മരണകാരണം ഹൃദയാഘാതം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, കരാട്ടെ പരിശീലക എന്ന് പറയുമ്പോൾ വളരെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ഒരു ദുരൂഹത സംശയിക്കുന്നുണ്ടോ മരണത്തിൽ? ഇല്ല, ഇക്കാര്യത്തിൽ മറ്റു ദുരൂഹതകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്നത് വരെ സുഹൃത്തിന് ആയിഷ വാട്സപ്പിലൂടെ സന്ദേശം അയച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ അനിയനും ഉണ്ടായിരുന്നു. കൂടാതെ ഈ നാളെ ചെയ്യേണ്ട, അതായത് ഇന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ സുഹൃത്തുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. രാത്രിയിൽ ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിച്ചതാകാം എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടേ ഉള്ളൂ. അതിനുശേഷം റിപ്പോർട്ടും അതുപോലെ തന്നെ ഇതിന്റെ വിശകലനവും ഒക്കെ തന്നെ കഴിഞ്ഞ ശേഷമായിരിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള മരണകാരണം വേറെ ഏതെങ്കിലും തരത്തിലുള്ളതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. രാവിലെ 7 മണിക്കാണ് ഇത്തരത്തിൽ ആയിഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം കഴിഞ്ഞ മാസമാണ് ജൂലൈ 13-നായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. പല സ്ഥലങ്ങളിലായി കാസോക്കു കരാട്ടെയാണ് പരിശീലകയായി പ്രവർത്തിച്ചിരുന്നത്. ചാലക്കുടി പനമ്പള്ളി കോളേജിലെ PG വിദ്യാർത്ഥിനിയാണ്. തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യൻ കൂടിയായിരുന്നു ഇവർ. മാള സേക്രഡ് ഹാർട്ട് സ്കൂളിലെ, അതുപോലെ തന്നെ മാള കാർമൽ കോളേജ്, സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂൾ, അതുപോലെ തന്നെ ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ കരാട്ട പരിശീലനത്തിന് വേണ്ടി ഇവർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, 23 വയസ്സ് മാത്രം പ്രായമുള്ള കരാട്ടെ പരിശീലകയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.